Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ഇടതുപക്ഷത്തെ തകർക്കാൻ കേരളത്തിൽ പുതുതായി ചില സമീപനങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നതിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് CPI നിർവാഹക സമിതി അംഗം CP മുരളി. CPI കല്യാശ്ശേരി മണ്ഡലം സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം പിലാത്തറയിൽ വടക്കെല്ലം ഗോവിന്ദൻ നമ്പൂതിരി നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർക്കാൻ സമുദായ സംഘടനകളും ഒരു വിഭാഗം മാധ്യമങ്ങളും ചില കൂട്ടരും നടത്തുന്ന സമീപനങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് CPI നിർവാഹക സമിതി അംഗം CP മുരളി. CPI കല്യാശ്ശേരി മണ്ഡലം സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം പിലാത്തറയിൽ വടക്കില്ലം ഗോവിന്ദൻ നമ്പൂതിരി നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് CPI. അതുകൊണ്ട് മലപ്പുറത്തെ ആ നിയമസഭാ സീറ്റ് അൻവറിന് നൽകേണ്ടതില്ല, വേറൊരു സ്വതന്ത്രന് നൽകാം. ആരെയാണ് നിശ്ചയിക്കേണ്ടതെന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ബന്ധപ്പെട്ട കക്ഷികളാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ അൻവറിൻ്റെ ആഗ്രഹം അവിടെ സഫലീകരിക്കപ്പെട്ടില്ല. പക്ഷേ അൻവർ ചെയ്തത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തെരഞ്ഞെടുത്ത് വരുന്ന ഒരു മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ തപ്പിത്തടഞ്ഞ് ഓടിയെത്തുന്ന ഒരു മണ്ഡലം, അതിനൊരു കരുക്കൾ നീക്കിക്കൊടുത്തത് ചിലരാണ്. സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് മുതിർന്ന അംഗം മാടക്ക കുഞ്ഞിക്കണ്ണൻ പതാക ഉയർത്തി. രേഷ്മ പരാഗൻ രക്തസാക്ഷി പ്രമേയവും M കൃഷ്ണൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. CPI ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാർ, CP ഷൈജൻ, വേലിക്കാത്ത് രാഘവൻ, താവം ബാലകൃഷ്ണൻ, P നാരായണൻ, KV ബാബു, CPI കല്യാശ്ശേരി മണ്ഡലം സെക്രട്ടറി PV ബാബു രാജേന്ദ്രൻ, V പരാഗൻ, C മോഹൻദാസ്, മുതിർന്ന പാർട്ടി അംഗം മാടക കുഞ്ഞിക്കണ്ണൻ, ജിതേഷ് കണ്ണപുരം തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിച്ച് കഴിഞ്ഞ ദിവസം കാനായി മുക്കുടു പാലത്തിന് മുകളിൽ നിന്നും പുഴയിലേക്ക് മറിഞ്ഞ കാർ കണ്ടെത്തി. ഞായറാഴ്ച രാവിലെയോടെ പാലത്തിന് സമീപം പുഴയിൽ കണ്ടെത്തിയ കാർ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് കരയ്ക്കെത്തിച്ചു. കാർ യാത്രികരായ 3 പേരെ അപകടം നടന്നയുടൻ നാട്ടുകാർ രക്ഷപ്പെടുത്തിയിരുന്നു. കാർ ഒഴുക്കിൽപ്പെട്ട കാനായി മുക്കോട് പാലത്തിൽ നിന്നും 100 മീറ്ററോളം താഴെ ഭാഗത്തായാണ് ഞായറാഴ്ച രാവിലെ നാട്ടുകാർ കാർ കണ്ടെത്തിയത്. മഴയ്ക്ക് ശമനമുണ്ടായതിനാൽ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് കാർ വെള്ളത്തിൽ കാണുകയായിരുന്നു. കാറിനായി ഫയർഫോഴ്സ് സംഘം ഞായറാഴ്ച തെരച്ചിൽ നടത്താനിരിക്കെയാണ് കാർ കണ്ടെത്തിയത്. ഫയർഫോഴ്സും നാട്ടുകാരും ഏറെ ശ്രമകരമായാണ് വടം കെട്ടി ക്രെയിൻ ഉപയോഗിച്ച് കാർ കരയിലെത്തിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഗ്ലാസെല്ലാം പൊട്ടും. മറ്റു വർഷമൊന്നുമില്ല. റെഡി ഒന്നുകൂടി ചെമ്മീനുണ്ടാവും. ഈ ഗ്ലാസ് പൊട്ടീനെ അടിയുണ്ടോ വണ്ടി കൊണ്ടിട്ടോ ആ കൊടി കുടിക്കുന്ന അവരുടെ ആ കാപ്പി ഷർട്ടുള്ള അതിലുണ്ടായതാണ്. ടീഷർട്ട് ഉണ്ടായിരുന്നു.
സിനിമാ നിരൂപണത്തിനുള്ള ഈ വർഷത്തെ കൃതി സ്റ്റേറ്റ് വെൽഫെയർ അവാർഡ് പ്രകാശൻ കരിവള്ളൂരിന്. നസീറും MTയും എന്ന അഭിനയ തിരക്കഥാ പഠനത്തിനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മലയാള സാഹിത്യ ഗവേഷണ കേന്ദ്രത്തിന്റെ സിനിമാ നിരൂപണത്തിനുള്ള ഈ വർഷത്തെ കൃതി സ്റ്റേറ്റ് വെൽഫെയർ അവാർഡ് പ്രകാശൻ കരിവള്ളൂരിന് ലഭിച്ചു. നസീറും MTയും എന്ന അഭിനയ തിരക്കഥാ പഠനത്തിനാണ് അവാർഡ്. നിത്യഹരിത നായകനായ പ്രേം നസീറിന് അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ കിട്ടിയത് താരതമ്യേന കുറവാണ്. എന്നാൽ MTയുടെ ഭ്രാന്തൻ വേലായുധനെയും ഗോവിന്ദൻകുട്ടിയെയും മുറപ്പെണ്ണിലെ ബാലനെയും നഗരമേ നന്ദിയിലെ മാധവൻകുട്ടിയെയും നിഴലാട്ടത്തിലെ രവീന്ദ്രനെയും അവതരിപ്പിക്കുമ്പോൾ ആ അഭിനയക്കരുത്ത് മലയാള സിനിമ അനുഭവിച്ചറിഞ്ഞതാണ്. തിരക്കഥ അഭിനയത്തെ സ്വാധീനിക്കുന്നതെങ്ങനെയെന്ന അപൂർവമായ പഠനമാണ് ഈ കൃതിയിൽ പ്രകാശൻ കരിവള്ളൂർ നടത്തിയിരിക്കുന്നത്. 10,000 രൂപ ക്യാഷ് അവാർഡും ശില്പവും പ്രശസ്തി പത്രവും കൂടാതെ 15 വർഷം മാസം തോറും 2,000 രൂപ ഫെലോഷിപ്പും ഉൾപ്പെടുന്നതാണ് അവാർഡ്. നസീറും MTയും എന്നുള്ളത് ഒരു വേറിട്ട പഠനമാണ്. കാരണം നസീറിന് അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്ന് പൊതുവെ പറയാറുണ്ട്. എന്നാൽ MTയുടെ ഒരു 6-7 തിരക്കഥകളിൽ നസീർ അഭിനയിച്ചപ്പോൾ ആ കഥാപാത്രത്തിൻ്റെ കരുത്ത് വളരെ നന്നായിട്ട് നസീറായിട്ടുണ്ട്. അപ്പോൾ തിരക്കഥ എങ്ങനെ അഭിനയത്തെ സ്വാധീനിക്കുന്നു, ഇത്തരത്തിലൊരു പഠനം പൊതുവെ നടന്നിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ആ പഠനത്തിനാണ് പുസ്തകം പ്രസിദ്ധീകരിക്കാൻ വിധിയോടെയുള്ളൂ. ഇപ്പോൾ മലയാള സാഹിത്യ അക്കാദമി റിസർച്ച് സെന്റർ ഈ അവാർഡ് നൽകിയിരിക്കുന്നത്. 2025 ആഗസ്റ്റ് 31 തിരുവനന്തപുരത്ത് വെച്ച് അവാർഡ് സമർപ്പണം നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കേരളത്തിൽ ഇന്ന് നടക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള അഴിമതി ഭരണമാണെന്ന് KPCC അംഗം MP ഉണ്ണികൃഷ്ണൻ. പഴയങ്ങാടി വെങ്ങരയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കല്യാശ്ശേരി നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച മിഷൻ 2025 പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ദുർഭരണത്തിൽ പൊറുതിമുട്ടുകയാണ് ജനം. കോടികൾ മുടക്കി നിർമ്മിച്ച ദേശീയപാത മഴയിൽ തകർന്നു വീഴുമ്പോൾ പരസ്പരം പഴിച്ചാരുകയാണ് കേന്ദ്രവും സംസ്ഥാനവും. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ചരിത്ര വിജയം നേടുമെന്നും KPCC മെമ്പർ MP ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അതെല്ലാം ലംഘിച്ചുകൊണ്ട് ഇവിടെ അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ലാത്ത നിലയിലേക്ക് തന്നെ കണ്ടത്തിന്റെ വരമ്പും ഇടനാടികളൊക്കെ തന്നെ അതിരുകളാക്കി എല്ലാ വാർഡുകളും വിഭജിച്ച് സ്വന്തമായി എല്ലാ പഞ്ചായത്തിലും വെട്ടിപ്പിടിക്കാം എന്ന രീതിയിലാണ് നിർഭാഗ്യവശാൽ ജനാധിപത്യ വിരുദ്ധമായ നിഷേധാത്മകമായ സമീപനമാണ് CPM ഈ വിഷയത്തിലൊക്കെ തന്നെ അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതെല്ലാം നമ്മൾ കാണണം. നമ്മളെ ജനവിരുദ്ധത ഉണ്ടെങ്കിൽ ആ ജനവിരുദ്ധത ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്താൽ മാത്രമേ ആ ജനവിരുദ്ധത നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. പഴയങ്ങാടി വെങ്ങരയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കല്യാശ്ശേരി നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച തദ്ദേശ തെരഞ്ഞെടുപ്പ് പരിശീലന ക്യാമ്പ് മിഷൻ 2025 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വി രാജൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ PP ബാലൻ, AG സുനിൽ പ്രകാശ്, കക്കപ്രവൻ മോഹനൻ, അജിത് മാട്ടൂൽ, കൂനത്ര മോഹനൻ, നൌഷാദ് വാഴവളപ്പിൽ, K റീന എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാതമംഗലം റൂറൽ അഗ്രികൾച്ചറൽ ലേബർ വെൽഫെയർ സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. K സുധാകരൻ MP ഉദ്ഘാടനം ചെയ്തു. മാതമംഗലം റൂറൽ അഗ്രികൾച്ചറൽ ലേബർ വെൽഫെയർ സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. കെട്ടിടോദ്ഘാടനം K സുധാകരൻ MP നിർവഹിച്ചു. കർഷകർക്കും സാധാരണ ജനങ്ങൾക്കും കൈത്താങ്ങാകുവാൻ സഹകരണ രംഗത്ത് മലയോര കാർഷിക മേഖലയിലെ 5 ഗ്രാമപഞ്ചായത്തുകളെ പ്രവർത്തന പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മാതമംഗലത്ത് 2005 ക്ഷേമ സഹകരണ സംഘം രജിസ്റ്റർ ചെയ്തത്. 2006 ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് 2 പതിറ്റാണ്ട് കാലമായി മികവുറ്റ രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന സംഘം ക്ലാസ് 1 ആണ്. കൂടാതെ ചെറുപുഴ പഞ്ചായത്തിലെ പ്രാപ്പോയിലിൽ ഒരു ബ്രാഞ്ചും പ്രവർത്തിക്കുന്നുണ്ട്. മാതമംഗലം റൂറൽ അഗ്രികൾച്ചർ ലേബർ വെൽഫെയർ സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓരോ ആളുകളും ജീവാർപ്പണം ചെയ്ത് ഈ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ എല്ലാ ആളുകളും പ്രയത്നിച്ചു എന്നതിന്റെ വിജയമാണ് ഈ സംഘീയ സഹകരണ പ്രസ്ഥാനത്തിന്റെ വളർച്ച എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മുടെ നാട്ടിൽ സഹകരണ മേഖല വളരെ ശക്തമാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് ഇവിടെയൊക്കെ വെട്ടിപ്പും തട്ടിപ്പൊക്കെ നടക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് അത്രയും ഒരു ചെറിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തള്ളിപ്പറയേണ്ടുന്ന ഒരു വിഭാഗമല്ല സഹകരണ മേഖല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഈ നാടിന്റെ മാറ്റത്തെ സാമ്പത്തിക രംഗത്ത് ചലനാത്മകമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതിന്റെ ഒരു മുഖ്യ കണ്ണിയാണ് നമ്മുടെ സഹകരണ മേഖല എന്ന് നിങ്ങൾ അറിയണം. ചടങ്ങിൽ സജീവ് ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. സംഘം സെക്രട്ടറി TP സിന്ധു റിപ്പോർട്ട് അവതരിപ്പിച്ചു. എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ,
ഓഫീസ് കൗണ്ടർ ഉദ്ഘാടനം ചെയ്തു. സ്ട്രോങ് റൂം ചപ്പാരപ്പടവ് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിജ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സേഫ് ലോക്കർ ഉദ്ഘാടനം MP ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. നിക്ഷേപ സ്വീകരണം NG സുനിൽ പ്രകാശ് നിർവഹിച്ചു. സംഘം പ്രസിഡന്റ് AJ തോമസ്, മഹേഷ് കുന്നുമ്മൽ, K സരിത, PV വിജയൻ, NK സുജിത്, ജംഷീർ ആലക്കാട്, M രാധാകൃഷ്ണൻ, NV ശ്രീനിവാസൻ, TP മഹമ്മൂദ് ഹാജി, രാമചന്ദ്രൻ പെരുവാമ്പ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഓർമ്മകളുടെ ഹരിതച്ചാർത്ത് പാതയോര ഹരിത സ്വകാര്യവൽക്കരണം രണ്ടാം ഘട്ടം ആരംഭിച്ചു. കുഞ്ഞിമംഗലം തെരു ലോഹ്യ സ്മാരക മന്ദിരം പരിസരത്ത് നടന്ന പരിപാടി മുൻ MLA CKP പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. 2024 ജൂലൈയിൽ ഏഴിലോട് മുതൽ ഏഴിമല റെയിൽവേ ഗേറ്റ് പരിസരം വരെ നടപ്പിലാക്കിയ പാതയോര ഹരിതവൽക്കരണത്തിന്റെ ഭാഗമായി ഫലവൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും നട്ടുപരിപാലിച്ചു വരുന്നുണ്ട്. ഓർമ്മകളുടെ ഹരിതച്ചാർത്ത് എന്ന പേരിൽ നടപ്പിലാക്കിയ പദ്ധതിയുടെ രണ്ടാം ഘട്ടമാണ് പാതയോര ഹരിത സൗന്ദര്യവൽക്കരണ പരിപാടി. കുഞ്ഞിമംഗലം തെരു ലോഹ്യ സ്മാരക മന്ദിര പരിസരത്ത് മുൻ MLA CKP പത്മനാഭൻ ഉദ്ഘാടനം നിർവഹിച്ചു. നടന്നു പോകുമ്പോൾ അവരുടെ ശ്രദ്ധ വേണം. ഇതെല്ലാവരുടേതാണെന്നൊരു തോന്നലുണ്ടാവും. അല്ലാതെ മറ്റൊരാൾ വെച്ചൊന്നുമില്ല. അങ്ങനെ വന്നാൽ ഇത് വേഗത്തിൽ വിജയിക്കും, വളരെ ഗംഭീരമായി മാറും. PP രാജൻ അധ്യക്ഷത വഹിച്ചു. KP ചന്ദ്രാംഗതൻ, P ഗോവിന്ദൻ, PV സുരേഷ് മാസ്റ്റർ, KE കരുണാകരൻ തുടങ്ങിയവർ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ജൂൺ 1 ക്ഷീരദിനം. 18-ാം വയസ്സിൽ പശുക്കളെ വളർത്തി തുടങ്ങിയതാണ് കുണിയനിലെ ശ്രീധരൻ. 75-ാമത്തെ വയസ്സിലും പശുക്കൾ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ലോകം. കുണിയനിലെ പരങ്ങൻ ശ്രീധരൻ പശുക്കളെ വളർത്താൻ തുടങ്ങിയിട്ട് 6 പതിറ്റാണ്ടോടടുക്കുന്നു. 18-ാമത്തെ വയസ്സിൽ പശുക്കളുടെ ഇടയിലേക്ക് ഇറങ്ങിയതാണ് ശ്രീധരൻ. ഇപ്പോൾ വയസ്സ് 75ആയി. പതിവ് ശൈലികൾക്ക് ഇപ്പോഴും മാറ്റമൊന്നുമില്ല. പശുക്കളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട് എന്ന് മാത്രം. രാവിലെ 10-ാം നമ്പർ മുണ്ടെടുത്ത് തൊഴുത്തിലെത്തും. പശുക്കളെ വേണ്ട രീതിയിൽ പരിപാലിക്കും. പിന്നെ കറവയ്ക്ക് ശേഷം കുളിച്ച് പാലും കൊണ്ട് നേരെ സൊസൈറ്റിയിലേക്ക്. തിരിച്ചു വന്നാലും ഇദ്ദേഹത്തിന് തിരക്ക് തന്നെ. മഴയായാലും വെയിലായാലും വിശ്രമമില്ല. പശുക്കൾക്ക് വേണ്ട പുല്ലിനായി പാടത്തും പറമ്പിലും എത്തും. അന്നും ഇന്നും ശ്രീധരന്റെ ലോകം പശുക്കളുടേതാണ്. 10-20 വയസ്സിലെ ഞാൻ ഇത് തുടങ്ങിയതാണ്. പശുക്കളെ വളർത്തലും പാലിൻ്റെ പരിപാടി ഇതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കൃഷിയുണ്ട്. അതിന് വേണ്ടി ചാണകത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ ലാഭമൊന്നുമില്ലെങ്കിലും നഷ്ടം വരില്ല. കാലികൾ നന്നായിട്ട് വളരുന്നുണ്ടെങ്കിൽ അതിനെക്കൊണ്ട് ദോഷം വരുന്നില്ല. പിന്നെ കൂലിക്കെല്ലാം ആളെയാക്കി വെക്കുമ്പം ഇത് വലിയൊരു നഷ്ടം വരുന്നു. ഇനിയുള്ള കാലവും പശുക്കളെ സ്നേഹിച്ച് പരിപാലിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ശ്രീധരന്റെ ആഗ്രഹം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പുതിയൊരു അധ്യയന വർഷം എത്തുമ്പോൾ കുട്ടികളെ വരവേൽക്കാനൊരുങ്ങി പൊതുവിദ്യാലയങ്ങൾ. വിവിധ വർണ്ണങ്ങളിലുള്ള ചിത്രങ്ങളും കുട്ടികൾക്ക് കളിക്കാൻ പാർക്കും സമ്മാനങ്ങളുമെല്ലാം സ്കൂളുകളിൽ ഒരുക്കിയിരിക്കുകയാണ് അധികൃതർ. പുതിയൊരു അധ്യയന വർഷം കൂടി എത്തുകയാണ്. സ്കൂളുകളിൽ അതിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുകയാണ് അധ്യാപകർ. മധുരം നൽകിയും ക്ലാസ് മുറികൾ വർണ്ണാഭമാക്കിയും വ്യത്യസ്തമായ ഇരിപ്പിടങ്ങളും പാർക്കുമെല്ലാം ഒരുക്കി നവാഗതരെ വരവേൽക്കാൻ പ്രൈമറി സ്കൂളുകളും ഒരുങ്ങിക്കഴിഞ്ഞു. ഇത്തവണ അധ്യാപകർക്ക് മികച്ച പരിശീലനമാണ് ലഭിച്ചത്. ചെറുകുന്ന് പഞ്ചായത്തിലെ ഏക ഗവൺമെന്റ് LP സ്കൂളായ ഗവൺമെന്റ് നോർത്ത് LP സ്കൂളിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ പഞ്ചായത്ത് അധികൃതരും എത്തി. കുട്ടികളെ വരവേൽക്കാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാവുകയാണെന്ന് അധ്യാപകർ പറയുന്നു. സമഗ്ര ഗുണമേന്മ വിദ്യാലയം വിഭാവനം ചെയ്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ 1-ാം ക്ലാസ്സിലേക്ക് വരികയാണ്. 9ഓളം കുട്ടികൾ നമുക്ക് ഈ വർഷമുണ്ട്. അപ്പം നമുക്ക് അതിനു വേണ്ടിയുള്ള കോഴ്സും കിട്ടി. 5 ദിവസത്തെ കോഴ്സ് കിട്ടി. അപ്പം അതില് കുട്ടികളെ എങ്ങനെ വൈകാരിക, വൈജ്ഞാനിക, ബൗദ്ധിക എല്ലാ തരത്തിലും കുട്ടികളെ ഒരു പൂർണ്ണ പ്രാപ്തിയിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഇനി ഇവിടെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പം നമ്മുടെ മക്കളെ വരും തലമുറയ്ക്ക് വളരെ അധികം പ്രയോജനം ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരേണ്ട ഒരു കടമയുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇക്കുറിയും മികച്ച സൗകര്യങ്ങൾ തന്നെയാണ് പൊതുവിദ്യാലയങ്ങളിൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ സജ്ജമാക്കിയിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ റൂറൽ ബാങ്ക് സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്ക് യാത്രയയപ്പ് നൽകി. TA മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു.
പയ്യന്നൂർ റൂറൽ ബാങ്കിൽ നിന്നും വിരമിക്കുന്ന ഒ നാരായണൻ, ടി എസ് അജന്തൻ, എം കെ സുരേന്ദ്രൻ, കെ കെ മധുസൂദനൻ, കെ വി രാമകൃഷ്ണൻ, കെ വി മനോഹരൻ എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത്. യാത്രയപ്പ് സമ്മേളനം ടി ഐ മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. കെ കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് പി സന്തോഷ്, കെ വി ലളിത, കെ ഡി സുരേന്ദ്രൻ, കെ കെ കൃഷ്ണൻ, ബാങ്ക് സെക്രട്ടറി എം വി പത്മിനി, അസിസ്റ്റന്റ് സെക്രട്ടറി ഇ വി രമേശൻ, കെ വി ജ്യോതിഷ് കുമാർ, ടി വി ചന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് LSS, USS, SSLC +2 ഉന്നത വിജയം നേടിയ ബാങ്ക് ജീവനക്കാരുടെ മക്കൾക്ക് അനുമോദനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്കിന്റെ UPI സേവനത്തിന്റെയും മൊബൈൽ ബാങ്കിങ്ങിന്റെയും ഉദ്ഘാടനം പയ്യന്നൂർ OPM ൽ വെച്ച് നടന്നു. കണ്ണൂർ റൂറൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് SI അബ്ദുൾ റൌഫ് AG ഉദ്ഘാടനം നിർവഹിച്ചു. മൊബൈൽ ബാങ്കിംഗ് ഉദ്ഘാടനം KP ബാലകൃഷ്ണ പൊതുവാൾ നിർവഹിച്ചു. ഡ്യുവൽ ഇന്റർഫേസ് പേഴ്സണലൈസ്ഡ് ഡെബിറ്റ് കാർഡ് കാരയിൽ സുകുമാരൻ നൽകിക്കൊണ്ട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് KK ഫലുഗ്നൻ നിർവഹിച്ചു. പേഴ്സണലൈസ്ഡ് CTS ചെക്ക് ബുക്ക് P തമ്പാനു നൽകി V കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ബാങ്കിന്റെ പുതുക്കിയ വെബ്സൈറ്റ് പ്രിയദർശിനി ഹോസ്പിറ്റൽ പ്രസിഡന്റ് K ജയരാജ് സ്ക്രീനിൽ പ്രദർശിപ്പിച്ച് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് ചെയർമാൻ V കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ടൗൺ ബാങ്ക് വൈസ് ചെയർമാൻ MK രാജൻ, AP നാരായണൻ, C രാജൻ, തളിപ്പറമ്പ് അർബൻ ബാങ്ക് CEO സത്യനാഥൻ, PK മോഹനവർമ്മ, ജനറൽ മാനേജർ TV സുനിൽ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് സൈബർ സെക്യൂരിറ്റിയെക്കുറിച്ചുള്ള ക്ലാസും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. മൊബൈൽ ബാങ്കിങ്ങിൽ നിങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് നമ്മൾ എന്താ സൂത്രങ്ങൾ ഉപയോഗിച്ച് അത് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എതിരായിട്ട് ഉപയോഗപ്പെടും. നമ്മുടെ അക്കൗണ്ടിലെ പൈസ ഇല്ലാതെ അവിടെ കാണിച്ചിട്ട് മാത്രം. ചെറിയ ബാങ്കാണെങ്കിൽ വലിയ സർവീസ് നമ്മളതിന് പേരടിച്ചു കൊടുക്കാൻ വൈഫൈ ഉള്ള അതേ രീതിയിൽ പയ്യന്നൂർ കോർപ്പറേറ്റ് ആണ്. നാളെ വരെ നമുക്കത് സാധിച്ചിരുന്നില്ല. എൻ്റെ കണ്ണിൽ ചെക്കുകളല്ല, വെറും. വലിയചാൽ GLP സ്കൂളിൽ നിന്നും വിരമിക്കുന്ന പ്രധാനാധ്യാപകൻ പ്രതാപ് കേശവൻ മാസ്റ്റർക്കുള്ള യാത്രയപ്പ് സ്കൂൾ ഹാളിൽ നടന്നു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. വലിയചാൽ GLP സ്കൂളിൽ നിന്നും വിരമിക്കുന്ന പ്രധാനാധ്യാപകൻ പ്രതാപ് കേശവൻ മാസ്റ്റർക്കുള്ള യാത്രയപ്പ് സമ്മേളനം സ്കൂൾ ഹാളിൽ വെച്ച് നടന്നു. TI മധുസൂദനൻ MLA ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. പക്ഷേ ഇപ്പോൾ ഏറ്റവും അത്യാവശ്യം ഒരു ബസ്സാണ്. കാരണം കുട്ടികൾക്ക് പണ്ടത്തെ പോലെയല്ല, സൗകര്യങ്ങൾ എത്രമാത്രം ലഭിക്കുമോ അത്രയും സൗകര്യങ്ങൾ കുട്ടികൾക്ക് ഏർപ്പെടുത്തി കൊടുക്കുമ്പോഴാണ് കുട്ടികൾക്ക് സ്കൂളിൽ വരാൻ വലിയ താല്പര്യവും ഉത്സാഹവും ഉണ്ടാവുന്നത്. ഈ സ്കൂളിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. നമ്മളടക്ക് ഒരു ഗ്രൗണ്ട് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം കൈകൊള്ളും. ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന പൈസ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള പണം ഓരോ സ്കൂളിൻ്റെയും പ്രയോറിറ്റി വെച്ചുകൊണ്ട് അത് വാങ്ങിച്ചു കൊടുക്കുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം. വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം, സ്കൂൾ തുറക്കുന്നതിന് മുൻപ് കുട്ടികളുടെ പഠനത്തിന് ഏറ്റവും പ്രധാനമാണ് പാഠപുസ്തകം. ഗവൺമെൻറ് അത് ലഭ്യമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ 2-ാം തീയതി സ്കൂൾ തുറക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ നമ്മൾ HMമാരുടെയും പ്രിൻസിപ്പൽമാരുടെയും വിപുലമായിട്ടൊരു യോഗം ചേരുകയാണ്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K പത്മിനി അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം M രാഘവൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ചടങ്ങിൽ വെച്ച് LSS വിജയികൾക്കും മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ പൂർവ്വ വിദ്യാർത്ഥികൾക്കും അനുമോദനം നൽകി. TM സതീശൻ മാസ്റ്റർ, KV സുരേഷ് ബാബു, EC സതി, M ലീല, രമേശൻ C, KP കണ്ണൻ, അഡ്വക്കേറ്റ് PP സിദിൻ, രമേശൻ ചെറൂട്ട, പ്രിയ KC തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് ഫാമേഴ്സ് ക്ലബ്ബുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന സമഗ്ര പച്ചക്കറി ഉത്പാദന യജ്ഞത്തിന് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെയും ഫാർമേഴ്സ് ക്ലബിന്റെയും നേതൃത്വത്തിൽ പഞ്ചായത്ത് കൃഷിഭവന്റെ സഹായത്തോടുകൂടി സംഘടിപ്പിക്കുന്ന സമഗ്ര പച്ചക്കറി ഉത്പാദന യജ്ഞത്തിന് വടക്കുംപാട് ബാങ്ക് കാർഷിക നഴ്സറിയിൽ വെച്ച് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു പച്ചക്കറി തൈ നട്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് PV ചന്ദ്രൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷനായി. ഫാർമേഴ്സ് ക്ലബ് പ്രസിഡന്റ് KV കുഞ്ഞിരാമൻ മാസ്റ്റർ, ബാങ്ക് വൈസ് പ്രസിഡന്റ് P മുരളീധരൻ, M അമ്പുകുഞ്ഞി, ബാങ്ക് സെക്രട്ടറി K ദിനേശൻ, AK ഗിരീഷ് കുമാർ, ഫാർമേഴ്സ് ക്ലബ് സെക്രട്ടറി
വി ശശിധരൻ, കൃഷി ഓഫീസർ ഡോക്ടർ നമിത രഘുനാഥ്, ബാങ്ക് ഡയറക്ടർ പി ഭരതൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. തൃക്കരിപ്പൂർ ഉദിനൂരിലെ AG കമറുദ്ദീനും കുടുംബത്തിനും ജൂൺ 1 പ്രിയപ്പെട്ട ദിനമാണ്. ഈ ദിനം ഈ വീട്ടിൽ 3 പേരുടെ പിറന്നാൾ ദിനമാണ്. അതുകൊണ്ട് തന്നെ കമറുദ്ദീനും കുടുംബത്തിനും ഇത് ആഘോഷങ്ങളുടെ സന്തോഷനാളാണ്. കമറുദ്ദീന്റെ കുടുംബത്തിലെ 3 പേരുടെ ജന്മദിനമാണ് ജൂൺ 1. കമറുദ്ദീന്റെയും ഭാര്യ ഷംസിയയുടെയും മൂന്നാമത്തെ മകൾ ഷാസിയ സൈനബയുടെയും മാതാപിതാക്കളുടെയും മകളുടെയും പിറന്നാൾ ഒറ്റ ദിവസമാകുന്നത് അപൂർവമാണ്. 1980 ജൂൺ 1 കമറുദ്ദീൻ ജനിച്ചത്. ഭാര്യ CH ഷംസിയ 1989 ജൂൺ 1 മകൾ ഷാസിയ സൈനബ 2016 ജൂൺ 1 ജനിച്ചത്. കല്യാണ സമയത്തോ പിന്നീടോ ജന്മദിനം ഒരേ ദിവസമാണെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും മക്കളുടെ ജനനശേഷം അവരുടെ ജന്മദിനം നോക്കുന്ന സമയത്താണ് ഒരേ ജന്മദിനമാണെന്ന കാര്യം ശ്രദ്ധിക്കുന്നതെന്നും കമറുദ്ദീനും ഷംസിയയും പറയുന്നു. ഇങ്ങനെയുള്ള ഒരു ആഘോഷം കല്യാണം കഴിയുന്നതിന് മുമ്പേയും കല്യാണം കഴിഞ്ഞതിന് ശേഷവും നമ്മൾ നടത്തിയിട്ടില്ല. എൻ്റെ മൂന്നാമത്തെ മകൾ ഷാസിയ സൈനബിനെ പ്രസവിച്ചതിന് ശേഷം, അപ്പം അതാണ് നമ്മളെ ഡേറ്റ് ഒരേ ഡേറ്റ്. അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു ആഘോഷം, ഈ ഡേറ്റിന് ഒരു ആഘോഷം നടത്താറുള്ളത്. ഇന്നിപ്പം എൻ്റെ 45-ാം പിറന്നാള്, ഭാര്യന്റെ 35-ാം പിറന്നാള്, എൻ്റെ മകളുടെ 9-ാം പിറന്നാള് ഇപ്പം നമ്മൾ പിന്നെ മക്കളും നമ്മളും കൂടി ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ബന്ധുക്കളും പിന്നെ സ്നേഹിതന്മാരും ആശംസകൾ അറിയിച്ച് വിളിക്കാറുണ്ട്. അതിൽ ഒരുപാട് സന്തോഷം. മകളെ പ്രസവിക്കുന്ന സമയത്ത് ജൂൺ 8 തീയതിയായി ഡോക്ടർമാർ പറഞ്ഞതെങ്കിലും ഒരാഴ്ച മുൻപ് അവൾ ജനിച്ചു. ജന്മദിനം ഒരേ ദിവസമായതോടെ എല്ലാവർക്കും കൗതുകമായി. പിറന്നാൾ ആഘോഷിക്കാറില്ലാത്ത ഇരുവരും മകൾ ഷാസിയയോടൊപ്പം ഇപ്പോൾ കേക്ക് മുറിക്കും. ഭക്ഷണമൊരുക്കി ഒരുമിച്ചിരുന്ന് കഴിക്കും. ആശംസകൾ അറിയിക്കാനും സന്തോഷത്തിൽ പങ്കുചേരാനും ബന്ധുക്കളും സുഹൃത്തുക്കളും എത്തും. 2 ദിവസം കഴിഞ്ഞാൽ ഈ ദമ്പതിമാരുടെ ഇളയ മകൾ സെൻഹ കമറിന്റെ പിറന്നാളുമായി. 9-ാം ക്ലാസ്സുകാരൻ മുഹമ്മദ് ഷരീഖും 5-ാം ക്ലാസ്സുകാരി ഷസാ ഫാത്തിമയുമാണ് മറ്റു മക്കൾ. കമറുദ്ദീൻ കുടുംബത്തിനും ഈ ദിനം ആഘോഷങ്ങളുടെ സന്തോഷ നാളാണ്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ക്ഷീരദിനത്തോടനുബന്ധിച്ച് ക്ഷീരകർഷകരെ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ക്ഷീരദിനത്തോടനുബന്ധിച്ച് ക്ഷീരകർഷകരെ ആദരിച്ചു. ചന്തപ്പുര സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ ഉദ്ഘാടനം ചെയ്തു. മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മെച്ചപ്പെട്ട നിലയിൽ ഉപജീവന മാർഗം കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ കുടുംബശ്രീ അംഗങ്ങളായിട്ടുള്ള ക്ഷീരകർഷകരെ അന്താരാഷ്ട്ര ക്ഷീരദിനമായ ജൂൺ 1 അതായത് CDS തലത്തിൽ ആദരിക്കണമെന്നുള്ളതാണ് സംസ്ഥാന മിഷൻ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ 15 വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുള്ള ക്ഷീരകർഷകരാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയാൻ തുടങ്ങിയാൽ TV സുധാകരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ ബിന്ദു KG, വാർഡ് മെമ്പർ PK ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് മലബാർ മേഖലാ യൂണിയൻ ഡയറക്ടർ ബോർഡ് അംഗവും സംസ്ഥാന ഫെഡറേഷൻ അംഗവുമായ CDS മെമ്പർ K ബിന്ദുവിനെയും അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. സാന്ത്വന പ്രവർത്തനങ്ങളിൽ മാതൃകയായി മാണിയാട്ട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി നേതൃത്വത്തിൽ കുടുംബസംഗമം നടത്തി. ഇടയിലക്കാട് പാരഡൈസ് റിസോർട്ടിൽ നടന്ന കുടുംബസംഗമം സിനിമാ നടൻ PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മാണിയാട്ട് ഗ്രാമത്തിലെ 600ഓളം കുടുംബങ്ങളിൽ സാന്ത്വന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ 13 വർഷമായി സജീവമായ മാണിയാട്ട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ 13ാം വാർഷികാഘോഷ ഭാഗമായാണ് 57 സൊസൈറ്റി അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും ഒത്തുചേർന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും വിവിധ മത്സരങ്ങളും കലാപരിപാടികളും മോട്ടിവേഷൻ ക്ലാസും നടന്നു. ഇടയിലേക്കാട് പാരഡൈസ് റിസോർട്ടിൽ നടന്ന കുടുംബസംഗമം സിനിമാ നടൻ PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ അസുഖങ്ങൾ കണ്ടെത്താൻ നമുക്ക് നല്ല മാർഗമുണ്ട്, കണ്ടെത്തിയാൽ ചികിത്സയുണ്ട്. ഇപ്പം നമ്മുടെ കൂട്ടത്തിലിരിക്കുന്ന ആർക്കും ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു, ഏത് നിമിഷവും ഞാൻ പാലിയേറ്റീവിലേക്ക് അംഗമാവാം. ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന ആർക്കും ഏത് നിമിഷവും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എൻ്റെ മുന്നിൽ ഇത് വരും എന്ന് 100% നമുക്ക് ഉറപ്പുണ്ട്. ഞാൻ ആരെയും പിന്നെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടി പറഞ്ഞതല്ല, നമ്മുടെ മനസ്സിലുണ്ടാവണം നമ്മൾ എന്തായാലും നാളെ ഒരു അസുഖബാധിതനാവും, ഒരു സംശയമില്ല. ആരും ശാശ്വതമല്ല. ഇപ്പം നമ്മുടെ കാണുന്ന നല്ല സ്റ്റൈലും അല്ലെ, നമുക്ക് രാവിലെ എണീറ്റ് കുളിച്ച് നല്ല കുപ്പായം ഇട്ടാൽ നമ്മളെല്ലാവരും ഓക്കെയാണ്. പക്ഷേ
ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമ്മളെ താളം തെറ്റിയാൽ ഒരു സെക്കൻഡ് മതി എല്ലാം അവസാനിക്കാൻ. പക്ഷെ എന്നാൽ നമ്മൾ മസിൽ കൂടില്ല. സൊസൈറ്റി പ്രസിഡന്റ് TV ബാലൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി E രാഘവൻ മാസ്റ്റർ, C സുരേശൻ എന്നിവർ സംസാരിച്ചു. അന്താരാഷ്ട്ര ട്രെയിനേഴ്സ് ഫ്രട്ടേണിറ്റി ചെയർമാൻ K ജയപാലൻ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിൽ നിന്നും വിരമിച്ച N അബ്ദുൽ ഖാദറിന് യാത്രയയപ്പ് നൽകി. TA മധുസൂദനൻ MLA യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 27 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന N അബ്ദുൽ ഖാദറിന് കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങിന്റെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും TA മധുസൂദനൻ MLA നിർവഹിച്ചു. ഇവിടെ ഈ ഒരു യാത്രയയപ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവിടെ വരുന്നതായിരിക്കും ഉചിതം എന്നൊരു തിരിച്ചറിവോട് കൂടിയിട്ടാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഞാൻ ധരിച്ചത് യാത്രയപ്പോൾ രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ടാവും. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പിന്നെ കൂട്ടിക്കൊണ്ടാക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതിലേക്കായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നീടാണ് ഉച്ചയ്ക്ക് ശേഷമാണ് യാത്രയപ്പ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. പഞ്ചായത്ത് PSC മുഖേന പഞ്ചായത്തിലേക്ക് വരിക എന്ന് പറയുന്നത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉത്തരവാദിത്തമായിട്ട് വരിക എന്ന് പറയുന്നത് സാധാരണ ഒരു ഓഫീസ് ജീവനക്കാരൻ്റെ നിലയിലല്ല. ദീർഘമായ കാലയളവിൽ കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിൽ സേവനമനുഷ്ഠിച്ച N അബ്ദുൽ ഖാദറിന് ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് ഊഷ്മളമായ യാത്രയപ്പാണ് നൽകിയത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുകുട്ടൻ, T ഗോപാലൻ, K ശൈലജ, K നാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. DYFI കണ്ടോത്തറ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. DYFI ജില്ലാ സെക്രട്ടറി സരിൻ ശശി ഉദ്ഘാടനം നിർവഹിച്ചു. DYFI സമ്മേളനത്തിന്റെ ഭാഗമായി DYFI കണ്ടോത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. കണ്ടോത്ത് AKG പഠന കേന്ദ്രത്തിൽ നടന്ന പഠനോത്സവത്തിന്റെ ഉദ്ഘാടനം DYFI കണ്ണൂർ ജില്ലാ സെക്രട്ടറി സരിൻ ശശി നിർവഹിച്ചു. അനുബന്ധമായി ഈ വർഷത്തെ SSLC, +2, LSS, USS വിജയികളെയും അനുമോദിച്ചു. കാരംസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. സജ്ന K, പ്രജിത്ത് T, അഖിൽ ഭാസ്കർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയങ്ങാടി കുണ്ടായിട്ടമ്മൽ മഹാത്മാ പുരുഷ സ്വയം സഹായ സംഘം SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. സാമൂഹ്യ പ്രവർത്തകൻ സുധീർ വെങ്ങര ഉദ്ഘാടനം ചെയ്തു. സച്ചിൻ ടെണ്ടുൽക്കർ ആ സാധ്യത. ശ്രീജി ഇങ്ങോട്ടൊക്കെ മുന്നിലേക്ക്. അതറ നല്ല പേരാണ് കേട്ടോ. പഴയങ്ങാടി കുണ്ടായിട്ടമ്പൽ മഹാത്മാ പുരുഷ സ്വയം സഹായ സംഘം SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സാമൂഹ്യ പ്രവർത്തകൻ സുധീർ വെങ്ങര ഉദ്ഘാടനം ചെയ്തു. എല്ലാ പരിപാടികളും സംഘടിപ്പിക്കുന്നതാണ്. എനിക്ക് സ്നേഹത്തോടെ എൻ്റെ പ്രിയപ്പെട്ട അനിയന്മാരോടും അനിയത്തിമാരോടും പറയാനുള്ളത്, ജീവിതം വലിയ വെല്ലുവിളികൾ നേരിടുന്ന, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും കഴുകൻ കണ്ണുകൾ പറക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മുമ്പൊക്കെ നമ്മുടെ കുട്ടികൾ ഒരു ബീഡി വലിച്ചാലോ അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ചാലോ അല്ലെങ്കിൽ സിനിമക്ക് പോയാലോ അവിടെ ഏറ്റവും അതീവ ഗുരുതരമായ കുറ്റം വരുന്ന നമ്മൾ ഒരു സിനിമക്ക് പോകണമെന്നുണ്ടെങ്കിൽ വളരെ പേടിച്ച് അങ്ങനെ പോകേണ്ടി വരും. പക്ഷേ ഇപ്പോഴത്തെ കാലം സിനിമയും എല്ലാം നമ്മുടെ മൊബൈലുണ്ട്. പക്ഷേ രാസലഹരി എന്ന് പറയുന്നത്. മാടായി പഞ്ചായത്തിലെ കുണ്ടായിട്ടമ്പൽ പ്രദേശത്ത് നിന്ന് ഉന്നത വിജയം നേടിയ 20ഓളം കുട്ടികൾക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. രതീഷ് തളിയിൽ അധ്യക്ഷത വഹിച്ചു. ജോയ് ചൂട്ടാട്, ശ്രീജിത്ത് പൊങ്ങാടൻ, രാജേഷ് കുന്നത്ത് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.